മെയ് മാസത്തിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ സ്കൂളുകളും കൃത്യമായി നൽകണമെന്നുള്ള കാര്യത്തിൽ മെയ് 13 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമൊക്കെ സർക്കുലർ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുക? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും എല്ലാം പരിശോധിക്കുമല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ 6 വർഷമായി കിടക്കുന്ന ഈ ഷെഡ് കണ്ടില്ല എന്നാണോ? അതൊരു പ്രശ്നമാണ്. സ്കൂളിനകത്തേക്ക് നോക്കുകയാണ്, ക്ലാസ് മുറികളുടെ അവസ്ഥയും വല്ലാത്ത മോശം അവസ്ഥയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നാണോ? അപ്പോൾ അവിടെ ഒരു പഞ്ചായത്തുണ്ട്. പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇനി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഭരണസമിതി എന്നുള്ള കൂടുതലും CPM അംഗങ്ങളായിട്ടുള്ള ഭരണസമിതി അംഗങ്ങളാണ്. മറ്റു പാർട്ടിയിലെ 1-2 പേരുണ്ടാവായിരിക്കാം. ഭരണസമിതി CPM തന്നെയാണ് എന്ന് പറയാം. മാനേജറും അതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധി പറയുന്നത് അതിൻ്റെ PTA പ്രസിഡന്റ് കോൺഗ്രസ് ആണല്ലോ എന്നാണ്. ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറയാം. ഇതിൽ ആർക്കാണ് ആത്യന്തികമായ ഉത്തരവാദിത്തം? അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൽക്കുണ്ട്, ടീച്ചർമാർക്കുണ്ട്, ഈ പറയുന്ന മാനേജ്മെൻറ്റിനുണ്ട്. എന്നിട്ട് KSEB അങ്ങോട്ട് പറയുന്നുണ്ട് അവിടെ ഈ രീതിയിലായി ലൈൻ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ പറയുകയാണ് അടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ശേഷം അറിയിക്കാമെന്ന്. അപ്പോൾ അവർക്ക് അത്രയേ അതിൽ തിടുക്കമുള്ളൂ. എന്തുകൊണ്ടാണ് അതിൽ തിടുക്കമില്ലാത്തത്? അത് വളരെ പാവപ്പെട്ട ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിന് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായിരിക്കണം അതിലൊരു മാനസികാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ടായിരിക്കണം